സിന്ദൂരരേഖ ഭാഗം 58. മനുവേട്ടന് തറവാട്ടിലുള്ളവരൊക്കെ ആയിട്ട് അടുപ്പമുണ്ടോ? പെട്ടെന്ന് അവൾ അങ്ങനെ ഇപ്പോൾ സംസാരിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യം ചോദിച്ചതും മനു അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് ചെരിഞ്ഞു കിടന്ന് അവളെ ഒന്ന് നോക്കി. തൻ്റെ അടുത്തുനിന്ന് അവൻ അകന്നു മാറിയതും അമ്മാൾ ചെരിഞ്ഞു കിടന്ന് അവനെയും നോക്കി. ഞാൻ അവരുമായിട്ടൊക്കെ എങ്ങനെയാണെന്ന് നിനക്കറിഞ്ഞൂടെ? മനു ഗൗരവത്തോടെ തന്നെ അവളോട് തിരികെ ചോദിച്ചു. അല്ല, അവിടെയുള്ള എല്ലാവരോടും അങ്ങനെ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് അവിടെയുള്ളവരുടെ പേര് പോലും ശരിക്കറിയില്ല. അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ അന്വേഷിക്കാറുമില്ല. അച്ഛനുമായിട്ടില്ലാത്ത ബന്ധം ഞങ്ങളുമായിട്ടും വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അതിലിനി ഇപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാനും ഞാൻ കരുതുന്നില്ല. അവൻ പറഞ്ഞതും അമ്മാളും ഒന്ന് മൂളി. നീ എന്താ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? അത് ഒന്നുമില്ല, ഞാനിന്ന് അമ്പലത്തിലൊക്കെ പോയ കാര്യമൊക്കെ ഓർത്തപ്പോൾ പെട്ടെന്ന് ചോദിച്ചു പോയതാണ്. വെറുതെ എന്തിനാ നുണ പറയുന്നത്? അവൾ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ അവൻ്റെ അടുത്ത ചോദ്യവും എത്തിയിരുന്നു. ഞാൻ കാര്യം പറഞ്ഞതാ. ഡോണ്ട് മേക്ക് മീ ഫൂൾ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യം നീ ഇപ്പോൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമില്ലാതായിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അവൻ ഗൗരവത്തോടെ പറയുന്നത് കേട്ടതും അവൾ അവൻ്റെ നേരെ തിരിഞ്ഞ് അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. മനുവേട്ടൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? പെട്ടെന്നാണ് അവളുടെ അടുത്ത ചോദ്യം, അതും ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ. അത് കേട്ടതും മനു വീണ്ടും അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കുകയാണ് ചെയ്തത്. നീ എന്താ ആളെ കളിയാക്കുവാണോ? ഞാൻ കളിയാക്കിയതല്ല, കാര്യമായിട്ട് ചോദിച്ചതാണ്. പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയെയും അനിയനെയും ഒക്കെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ ചോദ്യം മനസ്സിലായി എങ്കിലും അവളെ കളിപ്പിക്കാനായിട്ട് അവൻ അങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്. അത് കേട്ടതും അമ്മാളുവിൻ്റെ മുഖവും മാറി. മനുവേട്ടൻ എന്നെ കളിയാക്കുവാണോ? ഓ ഭാഗ്യം, അത് മനസ്സിലായല്ലോ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയ്. ഇതിനുള്ള ഉത്തരം ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെയും പിന്നെയും ഇത് തന്നെ ആവർത്തിക്കുന്നതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ, അന്നെന്നോട് പറഞ്ഞില്ലേ ആരെയും ഇഷ്ടമായിരുന്നു എന്ന്? അതാരാണെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരാൾ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മനുവേട്ടാ. അവൻ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും കളിക്കുവാണെന്ന് മനസ്സിലായതും അമ്മാളും അവനെ ദേഷ്യത്തോടെ വിളിച്ചു. നിനക്ക് എന്താ വേണ്ടതമ്മു? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയ്. മനുവേട്ടൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതാരാണ്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ. അതല്ല മനുവേട്ടാ, മനുവേട്ടൻ ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോന്ന്? അമ്മാളു ക്ഷമയുടെ നെല്ലിപ്പലക കാണാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും. ആ, അങ്ങനെ മര്യാദയ്ക്ക് ചോദിക്ക്. അവൻ പറയുന്നത് കേട്ടതും ഇത്രയും നേരം അവൻ തന്നെ കളിപ്പിക്കുകയാണ് എന്ന് മനസ്സിലായി എങ്കിലും അമ്മാളു അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. ജീവിതം ഒരു കരക്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞാനൊക്കെ ആരെ പ്രേമിക്കാനായിട്ടാണ്? അപ്പോൾ ആരെയും പ്രേമിച്ചിട്ടില്ലേ? വീണ്ടും അവൾ അതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നത് കേട്ടതും മനു അവളെ ഒന്ന് ഇരുത്തി നോക്കി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചതാണ് എൻ്റെ അച്ഛൻ. അത്യാവശ്യം സ്വത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജീവിക്കാനത് പോരല്ലോ. അമ്മ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് എന്നെ മെഡിസിൻ വരെ പഠിപ്പിച്ചത്. അതിനുശേഷം എൻ്റേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കണം എന്ന് തോന്നി തുടങ്ങി. അങ്ങനെയാണ് വർമ്മ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായി. അതിനിടയിൽ പ്രേമം, ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ മറന്നു പോയി എന്ന് തന്നെ പറയാം. അപ്പോൾ മനുവേട്ടന് ഫ്രണ്ട്സൊന്നുമില്ലേ? വിരലിൽ എണ്ണാവുന്നവർ മാത്രം. അതും അത്രയധികം ഫ്രണ്ട്സാണ് എന്നും പറയാനും പറ്റില്ല. ഒരാപത്ത് വന്നപ്പോൾ ആരും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുന്നതിലും കാര്യമില്ലല്ലോ. അവൻ പറഞ്ഞതും അമ്മാളും ഒന്ന് മൂളി. മാഡം ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ എന്നെ എന്തിനാ ചെയ്തത്? ഞാനൊരു കാര്യം പറഞ്ഞാൽ മനുവേട്ടൻ വിശ്വസിക്കുമോ? അവളുടെ മുഖവരയോടെയുള്ള സംസാരം കേട്ടതും മനു അവളെ സംശയത്തോടെ ഒന്ന് നോക്കി. അവൻ്റെ ഉള്ളിൽ അവൾ എന്തെങ്കിലും ഉടായിപ്പ് ഒപ്പിക്കാൻ പോവാണോ എന്ന ചിന്തയായിരുന്നു. കാരണം അവളുടെ സ്വഭാവം വെച്ച് എപ്പോൾ എന്ത് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല. അവൾ അവനോട് അങ്ങനെ ചോദിച്ചിട്ടും എന്തൊക്കെയോ ആലോചിച്ച് തൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുന്നവനെ കണ്ടതും അമ്മാളും അവനെ തട്ടി വിളിച്ചു. മനുവേട്ടാ, നീ ആദ്യം പറയ്, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം വിശ്വസിക്കണോ വേണ്ടയോ എന്ന്. അവൻ അങ്ങനെ പറഞ്ഞതും അമ്മാളും മുഖം ചുളിച്ചു. രാക്ഷസൻ, അവൾ പിറുപിറുത്തു. രാക്ഷസി പറയ്. മനു പറഞ്ഞതും അവൾ വീണ്ടും അവനെ നോക്കി പല്ലിറുമി. ഇല്ല, തൽക്കാലം ഞാനിപ്പോൾ പറയുന്നില്ല. അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു. ഹ, അങ്ങനെ പറയല്ലേ, ചോദിക്കാൻ വന്നത് പറയ്. അവൻ അവളുടെ കവിളിലായി ഒന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു. മനുവേട്ടന് അപർണയെ അറിയില്ലേ? അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ഗൗരവത്തോട് ചോദിച്ചു. ഏതപർണ? അവൻ്റെ മുഖം അന്നേരം പരിചയമില്ലാത്തൊരു പേര് കേട്ടതുപോലെ സംശയത്താലൊന്ന് ചുളിഞ്ഞു. അമ്മയുടെ ആങ്ങളയുടെ മൂത്ത മോള്. ഏത്? അനന്തനമ്മാവൻ്റെയോ? ആ, അവള് തന്നെ. ആ, അവളുടെ പേര് അപർണ എന്നായിരുന്നോ?
അതൊന്നും എനിക്കറിയില്ലായിരുന്നു. യെസ്, അവളുടെ പേരാണ് അപർണ. ഇന്ന് നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ അവളെ കണ്ടിരുന്നോ? പിന്നെ ഞാൻ അവളെയും നോക്കി നടക്കുമായിരുന്നു. മനുവേട്ട, കാര്യം പറയ്, അവളെ കണ്ടോ? ഞാൻ അവളെ ഒന്നും നോക്കിയില്ല. എങ്കിലും ഞാൻ അവളെ നോക്കി. എന്തിന്? അവൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ മുതൽ മനുവേട്ടനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. കണ്ണൊക്കെ കൂർപ്പിച്ച് പിടിച്ച് എന്തോ വലിയ കാര്യം പറയുന്നത് പോലെ അവൾ പറയുന്നത് കേട്ടതും മനുവിന് പെട്ടെന്ന് ചിരിയാണ് വന്നത്. എങ്കിലും അവളെ കളിപ്പിക്കാമെന്ന് കരുതി അവൻ ആ ചിരി കടിച്ചു പിടിച്ചു. അവളിപ്പോൾ എന്തിനാ എന്നെ നോക്കി നിന്നത്? ഒന്നും അറിയാത്ത രീതിയിൽ മനു അങ്ങനെ ചോദിച്ചതും അമ്മാളും അവനെ ഒന്ന് നോക്കി. മനുവേട്ടൻ കൂടുതൽ ഉരുളണ്ട. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനുവേട്ടനെ നന്നായിട്ടറിയാം. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ എങ്ങനെ അറിയാനാണ്? അവൾ മനുവേട്ടനെ അങ്ങനെ നോക്കി നിൽക്കുന്നത് എന്തിനാ? അവളെന്തിനാ എന്നെ നോക്കി നിന്നതെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? അത് അവളോടല്ലേ ചോദിക്കേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ സൗന്ദര്യം കണ്ട് നോക്കി നിന്നതും ആവാം. അവൻ പറയുന്നത് കേട്ടതും അരികിൽ കിടന്നിരുന്ന തലയണയെടുത്ത് അവൾ അവൻ്റെ നേരെ ഒന്ന് എറിഞ്ഞു. മനുവേട്ട, ഞാൻ സത്യം പറഞ്ഞതാ. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ അവളെ നോക്കിയപ്പോഴെല്ലാം അവൾ മനുവേട്ടനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അതിനിപ്പോൾ എന്താ, അവൾ നോക്കി നിൽക്കട്ടെ. അവൻ അങ്ങനെ പറഞ്ഞതും ഇനിയിപ്പോൾ ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന രീതിയിൽ അമ്മാളും ഒന്ന് മൂളി. നിനക്കിനി എന്നാ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൻ വീണ്ടും ചോദിച്ചു. എനിക്ക് അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടുള്ള ആഴ്ച തുടങ്ങും. അപ്പോൾ എൻ്റെ കൂടെ വിശാഖപട്ടണത്തേക്ക് താൻ ഉണ്ടാവില്ല അല്ലേ? അവൻ ചോദിച്ചതും അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. നിന്റെ PhD തീരാനായോ? തീരാനോ? തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ. ഇനി അങ്ങോട്ട് ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതോർത്തപ്പോൾ തന്നെ ഒന്നമ്മാളു ദീർഘമായി നിശ്വസിച്ചുകൊണ്ടാണത് പറഞ്ഞത്. നീ ഡാൻസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലോ. വീട്ടിലായിരിക്കുമ്പോഴും ഞാൻ ചെയ്തു നോക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അതിന് നിങ്ങൾക്ക് ആ മുറിയിൽ കയറിയിരിക്കാനല്ലേ നേരം. അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. തർക്കുത്തരം കുറച്ച് കൂടുന്നുണ്ട്. അവൻ പുരികം വളച്ചുകൊണ്ട് അവളെ നോക്കി. അല്പം ഗൗരവത്തോടെയുള്ളവൻ്റെ നോട്ടം കണ്ടതും അമ്മാളും ഒന്ന് പരുകി. അങ്ങനെ കിടന്ന് രണ്ടുപേരും ഓരോന്നൊക്കെ സംസാരിച്ച് ഒടുക്കം എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എപ്പോഴാണ് രണ്ടുപേരും ഉറങ്ങിപ്പോയതെന്ന് അവർക്ക് പോലും അറിയാമായിരുന്നു. ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അമ്മാളുമാണ് പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റത്. നോക്കുമ്പോൾ മനുവിൻ്റെ ഫോണാണ് റിങ് ചെയ്യുന്നത്. ഫോൺ റിങ് ചെയ്തതിൻ്റെ ഇടയിൽ തന്നെ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദവും കേട്ടു. അമ്മാള് വേഗം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഉണ്ണിയാണ് വിളിക്കുന്നത്. ഫോണിലെ സമയം നോക്കിയപ്പോൾ നേരം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അവൾ വേഗം ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഓപ്പൺ ദ ഡോർ ഏട്ടാ. ഉണ്ണിയുടെ അവശതയോടെയുള്ള ശബ്ദമാണ് അപ്പോൾ കേട്ടത്. ദാ വരുന്നു. ഫോൺ എടുത്ത പാടി ഉണ്ണി അങ്ങനെ പറഞ്ഞതും വേഗം തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് അമ്മാള് വാതിൽ തുറക്കാനായി ഓടി. വാതിൽ തുറന്നതും ഉണ്ണി മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഒത്തിരി നേരമായി ഉണ്ണിയേട്ടാ വന്നിട്ട്? വാതിൽ തുറന്ന പാടെ ക്ഷീണത്തോടെ നിൽക്കുന്ന ഉണ്ണിയെ നോക്കി അവൾ ദയനീയമായി ചോദിച്ചു. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ കോളിംഗ് ബെല്ലും ഫോണും മാറി മാറി വിളിക്കുന്നുണ്ട്. ഞാൻ ഉറങ്ങിപ്പോയി. ഏട്ടൻ എവിടെ? അത് ഏതെങ്കിലും മുറിയുടെ ഉള്ളിൽ കയറിയിരുന്ന ആ ക്യാൻവാസും ബ്രഷും പെയിൻറ്റും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ടാവും. അതും പിടിച്ചോണ്ട് ഏതെങ്കിലും മുറിയിലേക്ക് കയറിയാൽ പിന്നെ പുറം ലോകമായിട്ടൊരു ബന്ധവും ഇല്ലല്ലോ. പുറത്ത് ഷൂസ് ഊരി ഇടുന്നതിൻ്റെ ഇടയിൽ ഉണ്ണി അമ്മാളുവിനോടായി പറഞ്ഞു. മനുവേട്ടനും ഉറങ്ങുവാണ്. അല്പം പരിങ്ങലോടെ അമ്മാള് പറഞ്ഞതും ഉണ്ണി എന്തോ അത്ഭുതം കേട്ടതുപോലെയാണ് അവളെ നോക്കിയത്. ഏട്ടൻ ഉറങ്ങിയെന്നോ? ആ, ഉറങ്ങിപ്പോയി. എന്നിട്ടും അവൻ്റെ മുഖം വിശ്വാസം വരാത്ത രീതിയിൽ തന്നെ ഇരിക്കുവാണ്. എവിടെ എന്ന് ചോദിച്ച് അവൻ മുറിയിലേക്ക് നടന്നു. അവിടെ മനു അപ്പോഴും സ്വസ്ഥായി കിടന്ന് ഉറക്കായിരുന്നു. അത് കണ്ടതും അവൻ്റെ മനസ്സ് നിറഞ്ഞു. സന്തോഷം കൊണ്ട് ഉണ്ണിയുടെ കണ്ണുകൾ പോലും നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്താ ഉണ്ണിയേട്ടാ? അവൻ്റെ മുഖമാകെ വല്ലാതെ ആയതും അമ്മാളു ആകുലതയോടെ അവനോട് ചോദിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.